അദ്ദേഹം പറഞ്ഞു, ഹരീഷ് ഞാൻ പറയുന്നത് കേട്ട് വിഷമിക്കരുത്, ഹരീഷ് വേറെ ജോലി നോക്കിക്കോളൂ. ഇങ്ങനെ ബിസിനസ് വിജയിപ്പിക്കുമെന്ന് തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നിമിത്തം പോലെ ഡോക്ടർ ബിപിൻ രാജ് സാറിന്റെ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നതും അതിൽ ജോയിൻ ചെയ്തു. എനിക്ക് എങ്ങോട്ട് പോകണമെന്നും ഏത് രീതിയിൽ പോകണമെന്നും എനിക്കൊരു ലൈഫ് ജാക്കറ്റ് കിട്ടിയ പോലെയാണ് സാറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തത്. തുടർന്ന് അതേ ആളുകൾ സ്കെയിലപ്പ് ചെയ്യാനും പുതിയ ആളുകളും കൊടുത്ത് 30-60 ലക്ഷം പിന്നെ 1 കോടിക്ക് മുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് നേടാൻ സാധിച്ചു. നമ്മുടെ മെയ് 26 ക്രൗൺ പാസ് ചെയ്ത് വന്ന് ഒരു ഗോൾ അങ്ങ് സെറ്റ് ചെയ്തു. നമ്മുടെ കഴിഞ്ഞ 6 മാസം മുന്നെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്തു. വെറും 4.5 മാസം കൊണ്ട് സാറിന്റെ ഹിപ്നോട്ടിക് ഡിജിറ്റൽ ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട് സ്വന്തം ബിസിനസ്സിൽ കാർ, ഓഡിയോ ആൻഡ് ഓട്ടോ കെയറിൽ 1 കോടി രൂപ ടേൺ ഓവർ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഹരീഷ്. So ladies and gentlemen, let me invite Mr. ഹരീഷ്. വെറും 4.5 മാസം കൊണ്ട് 1 കോടി രൂപ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ഡയമണ്ട് മെമ്പർഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത ഒരാളാണ്. So congratulations ഹരീഷ് സുകുമാരൻ, the car audio expert. നിങ്ങളിൽ എത്ര പേർക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെ 1 കോടിക്ക് മുകളിൽ സമ്പാദിച്ചെന്നറിയാൻ ആഗ്രഹമുണ്ട്? ഓക്കെ, ഗുഡ്, താങ്ക് യു. ഞാൻ ഹരീഷ്, ഓട്ടോ എക്സ്പേർട്ട് ആൻഡ് ഫൗണ്ടർ ഓഫ് ഡയറക്റ്റഡ് ഓട്ടോ. എന്റെ സക്സസ് സീക്രട്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതം വഴിമുട്ടി നിന്ന നിരവധി സന്ദർഭങ്ങൾ നിങ്ങളെ പോലെ എനിക്കുമുണ്ടായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ ഒരു സക്സസ്ഫുൾ ബിസിനസ് ഓണറായി എന്ന എന്റെ സ്റ്റോറിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? താങ്ക് യു. ഞാൻ വർക്കലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചതോടുകൂടി കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്നിലേക്കായി. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി നാട്ടിലും ഗൾഫിലും പല കമ്പനികളിൽ ജോലി ചെയ്തു. എല്ലാം നന്നായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നാട്ടിൽ ലീവില് വന്ന് തിരിച്ച് ദുബായ് ജോലിയിൽ കയറിയ ദിവസം ജനറൽ മാനേജർ ക്യാബിനിലേക്ക് വിളിച്ചു. പുതിയ പ്രോജക്ട് സൗദി അറേബ്യയിലാണെന്ന് അറിയിച്ചു. അത് കേട്ട് എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹരീഷ് ഞാൻ പറയുന്നത് കേട്ട് വിഷമിക്കരുത്, കമ്പനിക്ക് ഇപ്പോൾ ആവശ്യം അറബ് സ്പീക്കിംഗ് നാഷണൽസിനെയാണ്. അത് കേട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹരീഷ് വേറെ ജോലി നോക്കിക്കോളൂ. കുറച്ച് സമയം എടുത്തു അതെനിക്ക് മനസ്സിലാവാൻ തന്നെ. കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ കുടുംബം, കുട്ടികളുടെ പഠനം, റെന്റ്, അമ്മയുടെ ചികിത്സ എല്ലാം ഒരു പിക്ചർ പോലെ എന്റെ മുന്നിൽ തെളിഞ്ഞു. ഇനി ഏത് ജോലി ചെയ്താലും ഇതൊക്കെ തന്നെയാവും അവസ്ഥയെന്നും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തീരുമെന്ന് മനസ്സിലാക്കി. എന്തെങ്കിലും സ്വന്തം ആയിട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചു. ഫേമസ് കോട്ട് ഓഫ് വാരൻ ബഫറ്റ്, if you don't find a way to make money while you sleep, you will work until you die. നിങ്ങൾ ഉറങ്ങുമ്പോൾ പണം സമ്പാദിക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ മരണം വരെ ജോലി ചെയ്യേണ്ടി വരും. താങ്ക് യു. ആവശ്യത്തോടെ ഇറങ്ങി പലതും ശ്രമിച്ചു, എല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ എനിക്ക് സുപരിചിതമായ ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ ചെറിയ രീതിയിലൊരു കാർ അക്സസറീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 9 വർഷത്തോളം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അത് വളരെ സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ബിസിനസ് വിജയിപ്പിക്കുമെന്ന് തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നിമിത്തം പോലെ ഡോക്ടർ ബിപിൻ രാജ് സാറിന്റെ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നതും അതിൽ ജോയിൻ ചെയ്യുന്നത്.
അതിൽ ജോയിൻ ചെയ്തതോടുകൂടി എന്റെ ബിസിനസ് ലൈഫുകൾക്ക് മാറ്റങ്ങൾക്ക് തുടക്കമായി. കഴിഞ്ഞ മെയ് മാസം ഡയമണ്ട് മെമ്പർഷിപ്പ് ഓഫറിൽ കൊച്ചിയിൽ വെച്ചുള്ള DMR ഓഫ്ലൈൻ മീറ്റിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ദുബൈയിൽ നിന്ന് കൊച്ചി വരെയുള്ള വീക്കെൻഡ് ഫ്ലൈറ്റ് യാത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. എന്നാൽ കൂടി നമ്മൾ വിപിൻ സാറിനെ ടീമിനെ സിനിമയിൽ എന്ന പോലെ സ്റ്റാറുകളെ ടിവിയിലും ഓൺലൈനായിട്ട് കാണുന്ന നേരിട്ട് കാണാൻ നല്ലൊരു പോസിറ്റീവ് എനർജിയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. കഴിഞ്ഞ ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതോടുകൂടി എന്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായി. എന്റെ മൈൻഡ് സെറ്റ് തന്നെ കംപ്ലീറ്റ്ലി മാറി. കഴിഞ്ഞ ഫസ്റ്റ് ഹാഫിൽ നിങ്ങളെല്ലാം കണ്ടതുപോലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വിപിൻ സാറിന്റെ ലൈവ് ഈവന്റിൽ അറ്റൻഡ് ചെയ്യുന്നത്. വർഷങ്ങളായി പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ചു മുമ്പേ കണ്ടാണ് സ്റ്റേജിൽ വിളിച്ചു വരുത്തി നിമിഷ നേരം കൊണ്ട് റിലീഫ് കൊടുക്കുന്ന സാറിനെയാണ് കാണാൻ കഴിഞ്ഞത്. അതോടെ ഞാൻ കംപ്ലീറ്റ്ലി സാറിന് സറണ്ടറായി. ആ നിമിഷം ഞാൻ മൈൻഡ് ഡയമണ്ടും എടുക്കാൻ നിശ്ചയിച്ചു. ബിസിനസ് സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ബിസിനസ് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാമെന്നും ഞാൻ മനസ്സിലാക്കി. ആദ്യം ഞാൻ ചെയ്തത് എനിക്കുണ്ടായിരുന്ന കുറെ സംഘടനാ പ്രവർത്തനങ്ങളും ഭാരവാഹിത്യങ്ങളും കുറേശ്ശെ കട്ട് ചെയ്തു. ബിസിനസ് സമയം കഴിഞ്ഞ് ബാക്കി വരുന്ന സമയം സാറിന്റെ കോഴ്സുകളും ടാസ്കുകളും ചെയ്യാൻ തുടങ്ങി. ലീഡർ ബോർഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടോപ്പ് സ്റ്റുഡന്റായി 24,000 ഡ്രീം കോയിൻസ് നേടി. ഞാനും പല ഏജൻസികളിൽ 1 ലക്ഷത്തിന് പുറത്ത് പൈസ കൊടുത്തിട്ടും റിസൾട്ട് ഒന്നും വരാതെ ആയപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിനോടുള്ള വിശ്വാസം തന്നെ പോയിരുന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം പഠിച്ച് സ്വന്തമായി ആഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യ ആഴ്ച എനിക്ക് 1,40,000 റിട്ടേൺ ആയി കിട്ടി. ആരും കൈയടിക്കുന്നില്ല. തുടർന്ന് അതേ ആഡുകൾ സ്കെയിലപ്പ് ചെയ്യാനും പുതിയ ആഡുകളും കൊടുത്ത് 30-60 ലക്ഷം പിന്നെ 1 കോടിക്ക് മുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് നേടാൻ സാധിച്ചു. ഞാൻ എന്റെ ബിസിനസ് എങ്ങനെ സക്സസ്ഫുൾ ആക്കിയെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഓക്കെ. സീക്രട്ട് നമ്പർ 1, ഫോക്കസ്, പവർ ഫോക്കസ്. സുഹൃത്തുക്കളെ, ശക്തമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനും മുൻപ് ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഫോൺ കോളുകൾ, സോഷ്യൽ മീഡിയ, അനാവശ്യ കൂട്ടുകെട്ട്, സംഘടനാ പ്രവർത്തനം, ഇതൊക്കെ പയ്യെ കട്ട് ചെയ്ത് ബിസിനസ്സിൽ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല സാറിന്റെ ഡയമണ്ട് മെമ്പർഷിപ്പിലുള്ള ലെവലും അതിലുള്ള നമ്മൾ ദിവസവും 3 നേരം ഫുഡ് കഴിക്കുന്ന കണക്ക് സ്ട്രേഞ്ചർ സീക്രട്സും മെഡിറ്റേഷനും എക്സസൈസും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതോടുകൂടി എനിക്ക് കൂടുതൽ ഷാർപ്പായിട്ട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എന്റെ ബിസിനസ്സിലെ തന്നെ നേരത്തെ പെരിഫറൽ ആയിട്ട് മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഡീപ്പിൽ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും പ്രോഫിറ്റബിൾ ആയ സക്സസ് മാറ്റാനും കഴിഞ്ഞു. സീക്രട്ട് നമ്പർ 2, മെന്റർ. ഒരു നല്ല മെന്റർ നമ്മുടെ വഴികാട്ടിയാണ്. അവരുടെ എക്സ്പീരിയൻസും അത് കണക്ക് തന്നെ അവരുടെ അറിവും നമ്മളെ മുന്നോട്ട് നയിക്കും. ഒരു മെന്റർ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം വളരെ വലുതാണ്. There is a saying, smart people learn from their own mistakes, whereas wise people learn from others' mistakes. ഞാൻ 9 വർഷം ആവേശത്തിന് ജോലി പോയപ്പോ ബിസിനസ് ചെയ്യാമെന്ന് ചാടി പുറപ്പെട്ടത് നടുകടലിൽ വീണ കണക്കായിരുന്നു. കൈയും കാലും ഇട്ടടിച്ച് മുങ്ങി മരിക്കാതെ എങ്ങനെയോ 9 വർഷം മുന്നോട്ട് പോയി. സാറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എങ്ങോട്ട് പോകണമെന്നും ഏത് രീതിയിൽ പോകണമെന്നും എനിക്കൊരു ലൈഫ് ജാക്കറ്റ് കിട്ടിയ പോലെയാണ് സാറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ. ഓൾവേസ് ഒരു മെന്റർ നമുക്കുണ്ടെങ്കിൽ റൈറ്റ് ഡയറക്ഷനിലോട്ട് പോകാൻ കഴിയും. ഡോക്ടർ ബിപിൻ രാജ് സാറിനെ എന്റെ മെന്ററായി കിട്ടിയതിന്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സീക്രട്ട് നമ്പർ 3, ആക്ഷൻ ഓർ ഗെറ്റ് ഇറ്റ് ഡൺ.
നമ്മളെല്ലാം സ്വപ്നം കാണുന്നു, പക്ഷെ അത് സാക്ഷാത്കരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രയത്നിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര ശ്രമം എടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനുവേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ കഴിയും? എല്ലാം പെർഫെക്റ്റ് ആവുന്നവരെ കാത്തിരിക്കാതെ ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ എന്റെ ചെറിയ രീതിയിലുള്ള ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്കിപ്പോ സക്സസ്ഫുൾ ആയി നിൽക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പാസ്റ്റ് എല്ലാം മറന്ന് ഇപ്പോ ഈ നിമിഷം ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഞാനും ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 6 months അടുത്ത ഇതിൽ വരുമ്പോഴത്തേക്ക് ഞാൻ മൈൻഡ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. മൈൻഡിന്റെ ഡയമണ്ട് ക്ലബില് 100 മാനിഫെസ്റ്റേഷൻസ് ആയി അവാർഡ് വാങ്ങിക്കാനുണ്ടാവും. വിത്തിൻ 1 year 10th floor അച്ചീവ് ചെയ്യാനുള്ള ശ്രമം എന്റെ സൈഡിൽ നിന്നുണ്ടാവും. അത് സെറ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. എന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറന്നു തന്ന ഡോക്ടർ ബിപിൻ രാജ് സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് തീർക്കാനുള്ളതല്ല, എന്നാലും അതോടൊപ്പം അടുത്തതായി പറയാനുള്ള ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം തന്നെ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഷാലു മാമിന്റെ ഒരു ഡിസിഷന്റെ പുറത്താണ്. ഷാലു മാമിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് വിമൽ സാറിന്റെ ബ്രദറാണ്. അദ്ദേഹം എന്റെ ബ്രദറും എന്റെ ബിസിനസ്സിൽ ഉണ്ട്. അദ്ദേഹത്തിനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഷെൽമ മാം, അതുകണക്ക് തന്നെ നമ്മളെ മൈൻഡിന്റെ രശ്മ മാം, ശരണ മാം, മറ്റെല്ലാ ജെ ടീം അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ സ്പീച്ചിന് ഫുൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി മാമിനോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം എന്റെ മാതാപിതാക്കളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന എന്റെ വൈഫ് ജയലക്ഷ്മി, മറ്റു കുടുംബാംഗങ്ങൾ, എന്റെ ടീം അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. യാതൊരുവിധ ബിസിനസ് പാരമ്പര്യമില്ലാതെ ബിപിൻ സാറിന്റെ ടീച്ചിങ്സിൽ അതും 10% താഴെ മാത്രം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത്രയും സക്സസ് ആവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സക്സസ്ഫുൾ ആവാൻ കഴിയും.